ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഹജ്ജുമായി ബന്ധപ്പെട്ട ഏതാനും എപ്പിസോഡുകൾ ഇതിൻ്റെ മുമ്പ് നമ്മൾ കേൾക്കുകയുണ്ടായി. ഹജ്ജിൻ്റെ ആദ്യ ദിവസങ്ങളിൽ നാം ചെയ്യേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നാം വിശദീകരിച്ചു. അവസാനമായി അറഫ മൈതാനിയിൽ സമ്മേളിക്കുന്നതും അറഫയിൽ നാം എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും നമ്മൾ വിശദീകരിച്ചിരുന്നു. ഇന്ന് അറഫ ദുൽഹജ്ജ് 9 അന്ന് അറഫ കഴിഞ്ഞ് മുസ്ദലിഫയിലേക്കുള്ള ആ തിരിച്ചുവരവും ആ മുസ്ദലിഫ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നാം ചെയ്യേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് വിശദീകരിക്കുന്നത്. ദുൽഹജ്ജ് 9 അന്ന് സൂര്യൻ അസ്തമിച്ച ഉടനെ ഹാജിമാരെല്ലാവരും അറഫ മൈതാനിയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് നീങ്ങുകയാണ്. ഈ നീക്കത്തെക്കുറിച്ച് ഖുർആൻ ഉണർത്തിയത് ഒരു വെള്ളമൊഴുകുന്നത് പോലെ അഫീദു മിൻ ഹൈസു ഹഫാദന്നാസ് എന്ന് ഖുർആൻ ഉണർത്തിയിട്ടുണ്ട്. ജനങ്ങളെല്ലാം ഒഴുകുന്ന രീതിയിൽ നിങ്ങൾ അങ്ങോട്ട് ഒഴുകുക എന്ന് ഖുർആൻ വിശദീകരിച്ചത് അറഫയിൽ നിന്നുള്ള പിരിഞ്ഞു പോരലിനെ കുറിച്ചാണ്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ മഗ്രിബായി. പക്ഷേ മഗ്രിബ് നമസ്കാരം അറഫയിൽ വെച്ച് നിർവഹിക്കുന്നതിനേക്കാൾ ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകൻ ഹാജിമാർക്ക് സുന്നത്താക്കിയത്, ഹജ്ജിൻ്റെ കർമ്മമായി പ്രവാചകൻ മാതൃകയായി കാണിച്ചു തന്നത്, ആ മഗ്രിബ് നമസ്കാരം നിർവഹിക്കേണ്ടത് മുസ്ദലിഫയിൽ വെച്ചുകൊണ്ടാണ്. എപ്പോഴാണോ ഒരു ഹാജി മുസ്ദലിഫയിൽ എത്തുന്നത്, ആ എത്തിയ ഉടനെ ആദ്യമായി ദുൽഹജ്ജ് 10 രാവിൽ ഒരു ഹാജി മുസ്ദലിഫയിലെത്തിയാൽ മഗ്രിബും നമസ്കാരവും ഇശാ നമസ്കാരവും ജമ്മായി നമസ്കരിക്കുന്നു. മഗ്രിബ് 3 റക്അത്ത് നമസ്കരിക്കുന്നു. എന്നാൽ ഇശാ 2 റക്അത്ത് ഖസ്റാക്കി ജമ്മാക്കി രണ്ടും ഒരുമിച്ച് കൂടി നമസ്കരിക്കുന്നു. ഒരു ബാങ്കും 2 ഇഖാമത്തും കൊടുത്തുകൊണ്ട് നമസ്കാരം നിർവഹിക്കുന്നു. അറഫയിൽ നിന്ന് തിരിച്ചു വരുന്ന മുസ്ദലിഫയിലേക്ക് മിനയുടെയും അറഫയുടെയും ഇടയിലുള്ള ആ പ്രദേശത്തിനാണല്ലോ മുസ്ദലിഫ എന്ന് പറയുന്നത്. മഷ്അറുൽ ഹറാം എന്നും ജംഅ എന്നും മുസ്ദലിഫ എന്നും ഈ പ്രദേശം അറിയപ്പെടുന്നു. ആ മുസ്ദലിഫയിൽ പാർക്കുക എന്നുള്ളത് ഹജ്ജിൻ്റെ ഒരു നിർബന്ധമായ ബാധ്യതയാണ്. എനിക്ക് കാരണങ്ങൾ ഉണ്ടായി, ഒരാൾക്ക് തിരക്ക് കാരണം ഹജ്ജിൽ മുസ്ദലിഫയിൽ രാപ്പാർക്കുവാൻ എത്തിയില്ല എന്ന് വിചാരിച്ചാൽ, എതിരുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടപ്പെട്ടാൽ ഹജ്ജ് ബാത്തിലായി പോകുന്നതല്ല. എന്നാൽ മുസ്ദലിഫയുടെ രാപ്പാർക്കുന്നത് ഒരാൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഒരു ബലി ഫിദിയയായി നൽകേണ്ടതാകുന്നു എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ആ മുസ്ദലിഫയിലെത്തിയ ഒരാൾ ഇശാ നമസ്കാരവും മഗ്രിബ് നമസ്കാരവും ജമ്മാക്കിയും അശഖസറാക്കിയും നമസ്കാരം നിർവഹിച്ചാൽ പിന്നീട് മുസ്ദലിഫയിൽ നമുക്ക് ചെയ്യാനുള്ള കർമ്മം ആ രാത്രിയിൽ അവിടെ ഉറങ്ങുക എന്നതത്രേ. ഹാജിമാർ എപ്പോഴാണോ മുസ്ദലിഫയിലെത്തിയത് ഉടനെ നമസ്കാരം നിർവഹിച്ച് പിന്നീട് ഉള്ള ഭക്ഷണമൊക്കെ കഴിച്ച് കയ്യിൽ കരുതിയ അന്നം കഴിച്ച് അയാൾ രാത്രിയിൽ കിട്ടിയ സ്ഥലത്ത് എന്തെങ്കിലും വിരിച്ച് ഉറങ്ങുക.
സുബഹി നമസ്കാരത്തിന് എഴുന്നേറ്റ് സുബഹി നമസ്കാരം ജമാഅത്തായി നമസ്കാരം നിർവഹിക്കുകയും പിന്നീട് നന്നായി നേരം വെളുക്കുന്നത് വരെയും അവിടെ തന്നെ ഇരുന്ന് മുസ്ദലിഫയിൽ നിന്ന് ഇരുന്ന് അള്ളാഹുവിനെ നിരന്തരം ദിക്റുകളിലും ദുആകളിലും പ്രാർത്ഥനകളിലുമായി കഴിഞ്ഞുകൂടുക. ഇതാണ് മുസ്ദലിഫയിൽ ഒരു ഹാജിക്ക് ചെയ്യുവാനുള്ള കർമ്മങ്ങളുടെ പൂർണ്ണരൂപം. എന്നാൽ സ്ത്രീകളുണ്ട്, പ്രായം ചെന്ന പുരുഷന്മാരും ആയ ആളുകളൊക്കെ ഉണ്ട് എങ്കിൽ അവർക്ക് മുസ്ദലിഫയുടെ രാത്രിയുടെ അധിക ഭാഗവും കഴിഞ്ഞ് പിന്നീട് മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് പോകാവുന്നതാകുന്നു. അവർ നേരം പുലരുന്നത് വരെയും മുസ്ദലിഫയിൽ രാപ്പാർക്കേണ്ടതില്ല എന്ന് ചുരുക്കം. എന്നാൽ സ്ത്രീകളുള്ള യാത്രാസംഘത്തിലുള്ള സ്ത്രീകളോടൊപ്പം അവരെ മുറാഫിഖീങ്ങളായിട്ടുള്ള പുരുഷന്മാർക്കും അവരെ ഈ ഇളവ് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അവർക്കും ഈ സ്ത്രീകളോടൊപ്പം രാത്രിയുടെ പകുതി കഴിഞ്ഞാൽ മുസ്ദലിഫയിൽ നിന്ന് മിനായിലേക്ക് പുറപ്പെടാവുന്നതാകുന്നു. ഈ മുസ്ദലിഫയിൽ നിന്ന് പുറപ്പെടുമ്പോഴും മുസ്ദലിഫയിലേക്ക് അറഫയിൽ നിന്ന് വരുമ്പോഴുമൊക്കെയുള്ള ആ വമ്പിച്ച ജനാവലിയുടെ ഈ നീക്കത്തിൻ്റെ ഇടയിൽ വളരെയധികം സക്കീനത്തോടുകൂടി വളരെ ശാന്തമായി തിക്കും തിരക്കുമില്ലാതിരിക്കുവാൻ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അപ്രകാരം തന്നെ നേരം പുലർന്ന് പിന്നീട് നമുക്ക് ദുൽഹജ്ജ് 10 അന്ന് ജംറകളിൽ കല്ലെറിയാനാണ് മിനായിലേക്ക് പോകുന്നത്. ആ ആദ്യത്തെ ജംറയിൽ കല്ലെറിയുന്നതിന് വേണ്ടിയുള്ള 7 കല്ലുകൾ മുസ്ദലിഫയിൽ നിന്ന് സൗകര്യം കിട്ടുന്നുവെങ്കിൽ അവർക്ക് മുസ്ദലിഫയിൽ വെച്ചുകൊണ്ട് തന്നെ ആ കല്ലുകൾ പെറുക്കിയെടുക്കാവുന്നതാകുന്നു എന്നും പ്രവാചക തിരുമേനിയുടെ ഹദീസ് ഹജ്ജിനെ വിശദീകരിച്ച ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ ഇത്രയും ലളിതമായ രീതിയിലുള്ള ചില കർമ്മങ്ങൾ രാപ്പാർക്കുക, അതുപോലെ തന്നെ അവിടെ വെച്ചുകൊണ്ട് ഉറങ്ങുക, അവിടെ വെച്ച് ദിക്റുകളിലും ദുആകളിലും വ്യാപൃതരാവുക, ഈ കാര്യങ്ങളൊക്കെയാണ് മുസ്ദലിഫയിൽ ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യുവാനുള്ളത്. മശ്അറുൽ ഹറാം എന്ന് പറയുന്നത് മുസ്ദലിഫയിലുള്ള അള്ളാഹുവിൻ്റെ ഒരു ഭവനമാണ്, പള്ളിയാണ്. ആ പള്ളിയുടെ ചാരത്ത് അതിനോട് തൊട്ടടുത്ത് സ്ഥലം കിട്ടുന്ന സൗകര്യങ്ങൾ കിട്ടിയാൽ അതിൻ്റെ അടുക്കലിരിക്കുക എന്നുള്ളതും പ്രത്യേകമായി സുന്നത്തത്രേ എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഈ രാത്രിയിൽ കടന്നുറങ്ങുന്നതും അങ്ങോട്ട് മുസ്ദലിഫയിലേക്ക് എത്തി മുസ്ദലിഫയിൽ പാർക്കുന്നതുമൊക്കെ ഹജ്ജിൻ്റെ പ്രധാന ഘടകങ്ങളായി പ്രവാചകൻ പഠിപ്പിച്ചപ്പോൾ എന്താണതിൻ്റെ ലക്ഷ്യമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിലടങ്ങിയിരിക്കുന്ന യുക്തി എന്ത് എന്നുള്ളത് പ്രവാചകൻ പഠിപ്പിച്ചത് എല്ലാം അള്ളാഹുവിനെ സ്മരിക്കുക എന്നത് മാത്രമാണ്. അള്ളാഹുവിനെ കുറിച്ചോർക്കുക. ആ പരലോകം നമ്മൾ കഫംപുടയിലെന്ന പോലെ, അതുപോലെ തന്നെ ഏറാരുമില്ലാത്ത മഹ്ശറയിലെന്ന പോലെ നമ്മളെല്ലാവരും ആ മണലിൽ ആ മണ്ണിൽ നമ്മൾ കിടക്കുകയാണ്. പരലോകത്തെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള ഒരു രാത്രിയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയും തൻ്റെ ഭൗതികവും ആത്മീയവും പാരത്രികവുമായ കാര്യങ്ങൾക്ക് വേണ്ടി നിരന്തരം ദുആ ചെയ്തുകൊണ്ട് ആ രാവുകളെ കഴിച്ചുകൂട്ടുകയും ചെയ്യുക എന്നതത്രേ മുസ്ദലിഫയിൽ ഹാജിമാർക്ക് നിർവഹിക്കാനുള്ളത്. ഓരോ ഹാജിയും ഓരോ ദിവസങ്ങളിലും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് കൃത്യമായി പഠിക്കുകയും പഠിച്ചതിന് ശേഷം മാത്രം ഹജ്ജ് കർമ്മം നിർവഹിക്കുകയും ചെയ്യുക. എല്ലാ കാര്യങ്ങളും ചെയ്ത് എന്നാൽ കാര്യങ്ങളൊന്നും തന്നെ കൃത്യമായി പഠിക്കാതെ തോന്നിയ രീതിയിൽ ചെയ്തു തീർത്ത് അയ്യയ്യോ അബദ്ധമായല്ലോ ഇനി എന്ത് ചെയ്യും എന്ന് ഹജ്ജിന് ശേഷം ആലോചിക്കുന്നതിൽ അർത്ഥമില്ല. ഹജ്ജ് കർമ്മം മബ്രൂറായി തീരാൻ, അത് അല്ലാഹു സ്വീകരിക്കുന്നതാകാൻ പ്രവാചക തിരുമേനിയിൽ നിന്ന് ഹജ്ജിൻ്റെ മാതൃക നാം അതേപോലെ സ്വീകരിക്കേണ്ടതാണ്. ഹജ്ജ് ചെയ്യുമ്പോഴൊക്കെ പ്രവാചക തിരുമേനി തൻ്റെ അനുചരന്മാർക്ക് ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു വചനം, ഖുദൂ അന്നീ മനാസികക്കും, എന്നിൽ നിന്ന് നിങ്ങൾ എൻ്റെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കുക. ഞാൻ എങ്ങനെ ഹജ്ജ് ചെയ്യുന്നുവോ അതേപോലെ. അപ്പോൾ ഹജ്ജിനെ കുറിച്ച് കൃത്യമായി പഠിച്ച് പ്രവാചക തിരുമേനിയുടെ മാർഗം സ്വീകരിച്ചുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.